Panda. I got broads in Atlanta. Just to be in the family. Credit cards and the scammers. Yeah, no, it's in the family. ഇതിനാദ്യം നിങ്ങളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എടുക്കുക. ഇനി നമുക്ക് നേരെ സ്നാപ്പ് സ്പീഡിലേക്ക് പോയിട്ടാണ് എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഇനി ഒന്നാമത്തെ ഫോട്ടോ എങ്ങനെ എഡിറ്റ് നോക്കാം. അതിന് നമുക്ക് വേണ്ടത് സ്നാപ്പ് സീഡാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു പ്ലസിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതിപ്പോൾ അതിന് വരെ നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫോട്ടോ ഉണ്ട്, അത് എടുക്കണം. എന്നിട്ട് ടൂൾസിൽ പോയിട്ട് ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ കാണുന്ന സർക്കിളിൽ ഫുള്ള് ചെറുതാക്കിയിട്ട് മാക്സിമം മിനിമം സൈസിലിടുക. ആദ്യം ലെൻസ് ബ്ലറിൽ പോയിട്ട് മിനിമം സൈസിൽ ഇട്ടിട്ട് ഇതിനൊരു കോർണറിൽ കൊടുന്ന് വെക്കുക. നമുക്ക് ഈ കോർണറിൽ കൊടുത്തിട്ട് ബ്ലർ സ്ട്രെങ്ത് കൂട്ടാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അതിനുശേഷം ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ഇമേജിൻ്റെ ചിത്രമാണ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത് നമ്മളെടുത്ത ഈ ഫോട്ടോ എടുക്കുക. ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പാസിറ്റി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഫുള്ളി ഇടുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് മുകളിലാണ് ഒരു ഓപ്ഷനിൽ പോയിട്ട് വ്യൂ എഡിറ്റ് പോവുക. ഡബിൾ എക്സ്പോസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു എറേസിൻ്റെ ചിത്രമുണ്ട്, ട്രാക്ക് ബ്രഷ് എന്നിട്ട് അതെടുക്കുക. അതിനുശേഷം ഇത് 100 ഇട്ടിട്ട് നമ്മൾ ഈ ഇതെടുത്തതിന് ശേഷം ഇത് 0-ലാക്കുക. അതിങ്ങനെ 0-ലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മായ്ച്ചു കൊടുത്ത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ വരുന്നതാണ്. നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് തന്നെ ചെയ്യുക. നമ്മളെ കൈ നേരെ ഇത് കിട്ടേണ്ടതാണ്. അപ്പം മാക്സിമം നോക്കി ക്ഷമയോടെ ചെയ്യണം. അപ്പോൾ കുറേ നേരമൊക്കെ എടുക്കും. ഇത് ഇവിടെ ആയിട്ടുള്ളത് ഇങ്ങനെ കൈ അറിയാതെ പോയി എഴുതിയിട്ട് നിങ്ങൾ ഇത് ഫുള്ളിട്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ വരുന്നതാണ്. മാക്സിമം കുറേ ടൈം എടുത്ത് ചെയ്ത് നല്ല പെർഫെക്ഷൻ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് കുറേ കേട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോസിൽ തന്നെ പോയിട്ട് ഇമേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വെച്ചൊരു ഇമേജ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ അത് നേരെ കൊടുത്തിട്ട് എനിക്കിങ്ങനെ പിടിക്കുന്നത് മാതിരി കറക്റ്റ് കൊണ്ടു വെക്കണം. അതിനുശേഷം മുകളിലെ വീണ് പോയിട്ട് വ്യൂ എഡിറ്റിൽ പോയ ശേഷം ഡബിൾ എക്സ്പോസിൽ പോയിട്ട് വീണ്ടും റൈസിൻ്റെ എടുക്കുക. 100 ഇട്ടിട്ട്
എനിക്കവിടെ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഇതിനെങ്ങനെ ഫുള്ളായിട്ട് എടുക്കുക. അതിനുശേഷം ഇത് ഫുള്ള് സീറോയിലാക്കിയതിന് ശേഷം സൂം ഇതിൻ്റെ എഡിറ്റ് ഇങ്ങനെ ഈ ബ്ലാക്ക് കാണുന്ന പോർഷൻ മാത്രമായിട്ട് നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് എടുക്കണം. ഫ്രണ്ട്സ് ഇത് നല്ല പണിയുണ്ട്. അപ്പോൾ കുറേ നേരം ഇരുന്നാലേ നേരെ ആയി വരുള്ളൂ. നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒന്ന് കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഈ ഫോട്ടോഗ്രാഫി ടിപ്പിന് ആദ്യം ഒരു ഇല വേണ്ടത്. അപ്പോൾ ഈ ഇല എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങളുടെ ഫോണിലൊക്കെ പോർട്രേറ്റ് മോഡ് ഉണ്ടാവും, അത് ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഫോക്കസ് ആക്കിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇനി പിക്സാർട്ടിലേക്കാണ് ചെല്ലേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ലീഫ് നമ്മൾ എടുത്തില്ലേ, അതാണ് ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. പിക്സാർട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ ഏറ്റവും അടിയിൽ കാണാൻ ഒരു പ്ലസിൻ്റെ സിമ്പിൾ, അതിന്മേൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഫോട്ടോസ് ലെവലാണില്ലേ ലീഫിൻ്റെ, അതൊന്ന് എടുക്കുക. ഇതൊന്ന് ലോഡ് ആവുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡിസ്പേർഷൻ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഈ ബ്രഷിൻ്റെ സൈസ് ഒന്ന് കൂട്ടുക കുറക്കുക ചെയ്യണം. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്ത ശേഷം ആ ഭാഗം അവിടെ എങ്ങനെ ആവേണ്ടതെന്നുള്ള ഭാഗത്ത് നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് ഫില്ലാക്കിയിട്ടുണ്ട് ആ സ്ഥലത്ത്. എന്നിട്ട് ഈ ഒരു ആരോ മാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ആക്കാരും കിട്ടുക. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്ട്രെച്ച് കാണാം. ഇതിങ്ങനെ വലുപ്പത്തിൽ ഇങ്ങനെ ചെറുതാക്കുക, കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫുൾ എഡിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. അടുത്തത് നമ്മൾ സ്റ്റാമ്പ് സ്പീഡിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഞാൻ എങ്ങനെ എടുക്കേണ്ടത് കാണിച്ചു തന്നിട്ടില്ല, അതിന് മുമ്പ് എടുത്ത് വെച്ചൊരു ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ എടുക്കാം. ഈ ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ലൈറ്റ് ഇതൊക്കെ നമുക്ക് പോർട്രേറ്റ് സ്മൂത്ത് പോപ്പൊക്കെ ഉണ്ടാക്കാം. നമുക്ക് നമ്മളെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഈ ടിക്കിന് ചിഹ്നം കൊടുത്ത ശേഷം ടൂൾസിൽ പോയിട്ട് എന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതുമ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ഇതിൽ വെച്ച ശേഷം ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിലെ വ്യൂ എഡിറ്റ്സ് കാണാം, അതിന്മേൽ ഈ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ എഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാം, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതിന്മേൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരു ബ്രഷിന് ചിഹ്നം കാണാം, അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് പോയിട്ട് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് എനേബിൾ ചെയ്തപ്പോൾ ഇങ്ങനെ ആയി. എന്നിട്ടൊന്ന് സൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ കാണാം അവിടുത്തെ കളറ് മാറും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഫുള്ളാക്കി എടുക്കണം. ഈ എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്താക്കി നേരെ എടുക്കേണ്ടതാണ്. അപ്പോൾ നല്ല രസമായിട്ട് കാണും.
അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം എഡിറ്റും കഴിഞ്ഞപ്പോൾ കാണാം ബാക്കി എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഈ ഫ്ലവർ മാത്രം എന്താ കളർഫുള്ളായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ഫോട്ടോഗ്രാഫി ടിപ്സ് ആൻഡ് ട്രിപ്സ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.